കാസർഗോഡുകാരെ ഒരു MP സാന്നിധ്യം അറിയിച്ച രാഷ്ട്രീയ പ്രവർത്തകൻ, കോൺഗ്രസിന് മാറ്റി നിർത്താനാകാത്ത പ്രഗത്ഭനായ നേതാവ്, രാഷ്ട്രീയത്തിന്റെ വികസനത്തിന്റെ പുതിയ ഭാവങ്ങൾ ജനങ്ങൾക്ക് ഒന്നൊന്നായി നേടിക്കൊടുത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ. MP ബാലകൃഷ്ണൻ, അശ്വിനി എന്നീ ഓപ്ഷനുകളിൽ ഉണ്ണിത്താൻ എന്നതിൽ കാസർഗോഡിന് സംശയമുണ്ടായിരുന്നില്ല. തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ 50,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ആദ്യമേ വിധിയെഴുതിയ DCC നേതൃത്വയോഗം 2019 മുതൽ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗം, KPCCയുടെ മുൻ വക്താവ്, രാഷ്ട്രീയം ഉടലെടുക്കുന്നത് വിദ്യാർത്ഥി യുവജന സംഘടനയായ KSU, യൂത്ത് കോൺഗ്രസ് എന്നിവയിൽ അംഗമായി പ്രവർത്തിച്ചതിന് ശേഷമായിരുന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ CPM നേതാവായ കോടിയേരി ബാലകൃഷ്ണനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചതോടെ രാഷ്ട്രീയ ആഘോഷം. 2006 തെരഞ്ഞെടുപ്പിൽ 10,055 വോട്ടുകളുടെ കുറഞ്ഞ ഭൂരിപക്ഷത്തിന് കോടിയേരി ബാലകൃഷ്ണൻ വിജയിച്ചപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശ്രദ്ധാ കേന്ദ്രമാവുകയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. 2015 KPCCയുടെ ജനറൽ സെക്രട്ടറി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുണ്ടറയിൽ മത്സരിച്ചെങ്കിലും CPMലെ J മേഴ്സിക്കുട്ടിയമ്മയോട് പരാജയപ്പെട്ടിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നിന്ന് CPM നേതാവായ മുൻ ജില്ലാ സെക്രട്ടറി KP സതീശചന്ദ്രനെ 40,438 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ആദ്യമായി ലോക്സഭാംഗമായി. 35 വർഷത്തിന് ശേഷമായിരുന്നു ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ വിജയിക്കുന്നത് എന്ന പ്രത്യേകതയും അത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ 1984 കാസർഗോഡ് ലോക്സഭാ സീറ്റിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. UDFന്റെ വിജയം എന്നത് മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ നിന്നുള്ള ലീഡിനെ ആശ്രയിച്ചാണ്. 2019 തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിൽ നിന്നായി 76,644 വോട്ടുകളുടെ മേൽക്കൈയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന് വിജയം നേടിക്കൊടുത്തത്. പയ്യന്നൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച വോട്ടുകൾ ലഭിക്കാതിരുന്നതാണ് കഴിഞ്ഞ തവണ LDFലെ KP സതീശചന്ദ്രന് തിരിച്ചടിയായത്. പയ്യന്നൂരിൽ നിന്ന് 26,131, കല്യാശ്ശേരിയിൽ നിന്ന് 13,694 വോട്ടുകളുമാണ് LDFന് ലീഡ് ലഭിച്ചത്. മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം നടന്ന 16 തെരഞ്ഞെടുപ്പുകളിൽ 12 തവണ ഇടതിനൊപ്പവും 4 തവണ മാത്രം വലതിനൊപ്പവും നിന്ന മണ്ഡലമാണ് കാസർഗോഡ്. BJP ആവട്ടെ ഓരോ തവണയും അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. 1989 ശേഷം UDFന് ബാലികേറാമലയായ കാസർഗോഡ് കഴിഞ്ഞ തവണ അട്ടിമറി വിജയത്തിലൂടെയാണ് ഉണ്ണിത്താൻ UDFന് വേണ്ടി സ്വന്തമാക്കിയത്. ജനകീയമായ ഇടപെടൽ ഒന്നു മാത്രമാണ് ഉണ്ണിത്താന് അന്ന് വിജയം സമ്മാനിച്ചത്. കേന്ദ്രത്തിൽ BJPയെ നേരിടാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂ എന്നതും, ക്ഷേമ പെൻഷൻ മുടങ്ങിയത്, സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധി, സംസ്ഥാന സർക്കാരിനെതിരായ അഴിമതി ആരോപണങ്ങൾ എന്നിവയായിരുന്നു UDF ഇത്തവണ മുന്നോട്ട് വെച്ച പ്രചാരണ ആയുധങ്ങൾ.